ഷാക്കിർ, പലസ്തീനു വേണ്ടി പോരാടുന്നവർ എന്ന രീതിയിൽ തന്നെയാണല്ലോ ഹമാസിനെ നിങ്ങൾ കാണുന്നത്. ലെബനനിൽ നിന്ന് അതിന് പിന്തുണ നൽകുന്നു ഹിസ്ബുല്ല എന്നുള്ള കാര്യവും. അപ്പോൾ ഇവിടെ തൃത്താലയിൽ ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും ആളുകളുടെ നേതാക്കളുടെ പടം ഉയർത്തിക്കാട്ടിയത് അത് തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ, ലീഗ് കരുതുന്നുണ്ടോ? അല്ല, വളരെ കൃത്യമായി അവിടുത്തെ ഹുസൈൻ ആ വിഷയം പറഞ്ഞു. ഇതൊരു വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല. അവിടെ പ്രാദേശികമായി അവിടെ കുട്ടികൾ നടത്തിയിട്ടുള്ള ഒരു ദേശോത്സവത്തിന്റെ ഭാഗമായി അവർ ഉയർത്തി കാണിച്ചതിനെ അവർ തന്നെ പറഞ്ഞു അത് വേണ്ടില്ലായിരുന്നു, ശരിയായില്ല എന്ന്. പിന്നെ ഈ രീതിയിൽ ആർ.വി. ബാബുവിനെ പോലെയുള്ള ആളുകൾക്ക് ഭ്രാന്തന്മാർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഹമാസ് പലസ്തീനിലെ ഒരു സംഘടനയാണ്. അവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഞാൻ ഹമാസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. പക്ഷെ ഹമാസിനേക്കാൾ ഭീകരവാദികളായിട്ടുള്ള ഇസ്രായേലിനെയും ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കയെയും RSSനെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? 1 ലക്ഷത്തോളം ആളുകളെ കുട്ടികളെ സ്ത്രീകളെ വൃദ്ധരെ അതിക്രൂരമായി ഒരു കുറ്റവും ചെയ്യാത്ത ആരെയും ഉപദ്രവിക്കാത്ത ആളുകളെ ഈ നെതന്യാഹു കൊലപ്പെടുത്തിയിട്ട് ഈ ആർ.വി. ബാബുവിനെ ഏതെങ്കിലും തരത്തിൽ പ്രയാസം തോന്നിയോ? നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഞങ്ങൾ ആരും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെ അതിന് വ്യാഖ്യാനിക്കണില്ല, ഇത്തരം സംഗതികളെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ആര് കൊല്ലപ്പെട്ടാലും നോക്കൂ നിങ്ങൾ, നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്നല്ലോ. 200 വർഷക്കാലം ഇന്ത്യ ഭരിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയ ബ്രിട്ടീഷുകാരോട് പോരാട്ടം നടത്തിയ ആളുകളെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക? ഇപ്പൊ ആർ.വി. ബാബു പറഞ്ഞു ഭാര്യയെ കുന്നിന് ഫിറോസ് ന്യായീകരിച്ചു. എന്താ കുഴപ്പം? ഭാര്യ കുന്നിന് സ്വാതന്ത്ര്യ സമര സേനാനില്ലേ? നിങ്ങളെ പോലെ ബ്രിട്ടീഷുകാർക്ക് ചെരുപ്പ് നക്കി കൊടുത്ത ആളുകളാ? അല്ലല്ലോ. ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ആർ.വി. ബാബുവിന്റെ സംസാരം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തോട് വളരെ വിനീതമായി പറയാണ്, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രാദേശികമായി പഞ്ചായത്തിന്റെ ഫണ്ടിൽ കൂടി പ്രവർത്തിച്ചതാണ് അല്ലെങ്കിൽ വകയിരുത്തിയ ഫണ്ട് വഴി ഉള്ള ഒരു ദേശോത്സവമാണ് കഴിഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അവിടെ ഏതെങ്കിലും മതത്തെയോ അല്ലെങ്കിൽ ജാതിയെയോ അങ്ങനെ കക്ഷികളെ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഈ വിഷയം ന്യൂസ് 18 പോലെയുള്ള ചാനൽ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യത്വപരമായിട്ടുള്ള ചർച്ചകളാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഹമാസിനോടൊപ്പം. ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടത്തുന്നത്. അപ്പോൾ ഹമാസിന് കിട്ടിയ ഒരു ആരാധന, ഹമാസിന് കിട്ടിയ ഒരു ആദരവ് അങ്ങനെ കണക്കാക്കിയാൽ മതി എന്നാണ് താങ്കളുടെ നിലപാട്, അല്ലെ? ഒരു മിനിറ്റ് മഞ്ജുഷേ, അവിടെ 42ഓളം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. കേൾക്കുന്നുണ്ടല്ലോ? ആ 42ഓളം ആനകളിൽ 3 ആനകൾക്ക് പുറത്തുള്ളവരാണ് ഇത് ഉയർത്തിയിട്ടുള്ളത്. ഏറ്റവും കൗതുകകരമായ സംഗതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഉത്സവം നടത്തി, ഇതേപോലെ ആഘോഷം നടത്തിയിരുന്നു. ആ ആഘോഷത്തിൽ താമരശ്ശേരിയിൽ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു ആനപ്പുറത്ത് ഇങ്ങനെ പിടിച്ചിരുന്ന പോലും നോക്കൂ നിങ്ങൾ. അപ്പൊ നോ ഡ്രഗ്സ് എന്നാണ് അവർ എഴുതിയിട്ടുള്ള മെസ്സേജ്. അപ്പൊ അവർ പല മെസ്സേജും അതിലൂടെ ലക്ഷ്യം കാണുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന് പകരമാണ് ഈ ആർ.വി. ബാബുവിനെ പോലെയുള്ള ആളുകൾ ഇത്തരം സംഗതികൾ ഭയങ്കര പർവ്വതീകരിക്കുകയാണ്. നിങ്ങൾ അല്പം ഇതിൽ സത്യസന്ധമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ, ഇത് ഭീകരവാദമോ അല്ലെ തീവ്രവാദമോ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം RSSനെ നിരോധിക്കാൻ വേണ്ടി ശബ്ദിക്കണം. നിങ്ങൾ ആദ്യം നെതന്യാഹു, ആഗോള കോടതി കുറ്റവാളി എന്ന് വിധിച്ചിട്ടുള്ള നെതന്യാഹു, ഇന്നലെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിനെ പോയി നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ചല്ലോ. ആ ട്രംപാണ് ഇപ്പോ നമ്മളുടെ ഇന്ത്യയിലെ പൗരന്മാരെ 150ഓളം ആളുകൾ ഓരോ വിമാനത്തിൽ കയറ്റി കാലും കൈയും കെട്ടി കുടിയേറ്റ നിയമം ലംഘിച്ചു എന്നുള്ള പേരിൽ കുറ്റവാളികളോട് പോലും പെരുമാറാത്ത രീതിയിൽ പെരുമാറിയിട്ട് നിങ്ങൾക്ക് എന്താ വൈകാരികമായി തോന്നാത്തത്? നിങ്ങൾക്ക് ദേശസ്നേഹമില്ലേ? നിങ്ങൾക്ക് ഭാരതപുത്രന്മാരോട് താല്പര്യമില്ലേ? അതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടികൾ അവിവേകം കാണിച്ചതിനെ വലിയ സംഭവമായി പർവ്വതീകരിക്കുകയാണ്. ആർ.വി. ബാബുവിന്റെ, എന്റെ പ്രിയപ്പെട്ട ആർ.വി. ബാബുവിന് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം ചാനലുകളിൽ വന്നിരുന്ന് ഈ എന്താ പറയാ ചെറിയ സംഭവങ്ങളെ അവിവേകമായി ഷാക്കിർ രണ്ടു തരത്തിലും പറയുന്നുണ്ട്. ഷാക്കിർ ഇതൊരു അവിവേകമാണെന്നും പറയുന്നുണ്ട്, അതേസമയം തന്നെ ഹമാസിനെ ന്യായീകരിച്ചും പറയുന്നുണ്ട്. ഹമാസിനെ ന്യായീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചിത്രം ഉയർത്തിക്കാട്ടിയതിലും തെറ്റില്ലല്ലോ. അല്ല, ചിത്രം ഉയർത്തി കാണിക്കുന്നതിന് സന്ദർഭവും സാഹചര്യമൊക്കെ അല്ലേ ഓരോന്നിനും? ഞാൻ ഹമാസിനെ ന്യായീകരിക്കേണ്ട പണി എനിക്ക്. പക്ഷെ ഹമാസ് എന്നുള്ളത്, ഞാൻ മഞ്ജുഷിനോട് ചോദിക്കട്ടെ, എന്താണ് ഹമാസ്? ഹമാസ് എന്നുള്ളത് ആ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് എന്നല്ലേ അവർ പറയുന്നത്. ഏതെങ്കിലും മറ്റു രാജ്യത്ത് പോയി കുഴപ്പമുണ്ടാക്കാൻ പോലും നിന്നിട്ടുണ്ടോ? എന്നാൽ പോലും ഹമാസ് ചെയ്തത് കൊണ്ടാണ് ഇസ്രായേലിന് തിരിച്ചടിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേൽ 1 ലക്ഷം ആളുകളെ കൊന്ന്, നോക്കൂ നിങ്ങൾ, ആശുപത്രിയിൽ പോലും ബോംബിട്ട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബോംബ് വർഷിച്ചത് ഈ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഗസക്കും വെസ്റ്റ് ബാങ്കിലും അടക്കാണ്. നോക്കൂ നിങ്ങൾ, ആർക്കെങ്കിലും സങ്കടമുണ്ടോ? എന്താ അതൊന്നും ചർച്ച ചെയ്യാത്തത്? നിങ്ങൾക്ക് ആർക്കും ഒരു സങ്കടമില്ലേ? അവിടെ മതം നോക്കിയിട്ടാണോ മനുഷ്യന്മാരെ നമ്മൾ സങ്കടവും പ്രയാസവും സന്തോഷമൊക്കെ തിരിച്ചറിയാറുള്ളത്, അങ്ങനെ വൈകാരികമായി പ്രതികരിക്കാറുള്ളത്?
ഒരു കുട്ടികൾ ഒരു ദേശത്തിന്റെ ഒരു ഗ്രാമത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു ഫോട്ടോ പൊന്നില്ല. ആർക്കെന്ത് നഷ്ടമാണ്? അത് തെറ്റാണ് എന്ന് അവിടുത്തെ ഒരു സുഹൃത്ത് ഇപ്പൊ ഈ ചാനൽ ഒന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അതൊരു വലിയ സംഭവമായി കണ്ടിട്ട് ആ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇനി ഈ ചർച്ചയിൽ ഇരിക്കുന്ന ബാബുവിനെ പോലുള്ള ആൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇവർ വലിയ കൊട്ടക്കാരാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കില്ലേ വേണ്ടത്? ഹമാസിനെതിരെ ഇന്ത്യയിൽ വലിയ എന്തെങ്കിലും ക്രിമിനൽ ആയിട്ട് സംഗതികൾ ഉണ്ടോ? നിയമണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുക്കി. അതല്ലേ ചെയ്യേണ്ട? രാജ്യം ഭരിക്കും നിങ്ങളല്ലേ? ഞാൻ പറയുന്നു, ഏറ്റവും വലിയ കുറ്റവാളികളായിട്ടുള്ള RSSനെ പോലെയുള്ള ആളുകളെ നിങ്ങൾ മൗനം കൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോ, നെതന്യാഹുവിനെ പോലെ ലോക കുറ്റവാളികൾക്ക് നിങ്ങൾ കയ്യടി കൊടുക്കുമ്പോ, ഇന്ത്യക്കാരെ അപമാനിച്ച് പാവപ്പെട്ട മനുഷ്യരെ തൊഴിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ കയ്യും കാലും കെട്ടി വിമാനത്തിൽ നാട്ടിലേക്ക് കയറ്റി വിട്ടപ്പോ ഒരക്ഷരം ഉണ്ടാത്ത നിങ്ങൾ എന്ത് രാജ്യസ്നേഹികളാണ്? ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ അനുകൂലിക്കുകയാണ്